ഹലോ ഗെയ്സ്, അങ്ങനെ ഇന്നാണ് നമ്മുടെ പെണ്ണിന്റെ ബർത്ത്ഡേ കേട്ടാ. സത്യം പറഞ്ഞാല് എനിക്ക് ശരിക്കും മറന്നുപോയി ഓള് ബർത്ത്ഡേന്ന്. ഇന്നലെ എൻ്റെ മോള് ഷൻസക്കുട്ടി ഇന്നലെ എന്നോട് പറഞ്ഞു, ബാപ്പ നാളെയാണ് ഉമ്മാന്റെ ബർത്ത്ഡേ എന്ന്. എനിക്ക് ഇങ്ങനെ കത്തിയിട്ടാ. എന്നിട്ട് ഓള് പറയുന്നത്, ഞാൻ വിചാരിച്ചു ഇവളെ ബർത്ത്ഡേ 8-ാം തീയതി എനിക്ക് ഫോൺ നോക്കി, ഫോണിലപ്പൊക്കെ 6. ഞാൻ ഇങ്ങനെ ആശ്വസിക്കായിരുന്നു. ചിലവ് വെറുതെ പൈസ പോലെ അങ്ങനത്തെ ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. കാരണം പൈസ കുറച്ച് റേറ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ സമാധാനിക്കുമ്പോണ്ട് രാത്രി 12 ഞാൻ ഇങ്ങനെ ഓരോ വിഷയം പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കുന്നു, ഓരോ സ്റ്റാറ്റസ് ഇതെല്ലാം നോക്കുമ്പോൾ പെട്ടെന്ന് ഇവളെ സ്റ്റാറ്റസ് കാണുന്നു, ഹലോ 25 എന്ന്. ഞാൻ അത് മെയിൻ ചെയ്യാണ്ട് വിട്ട്. പിന്നെ ഒരു 12:15 ആകുമ്പോൾ പെട്ടെന്ന് മെയിൻ എന്തോ ഒരു തോന്നിച്ചേ. വീണ്ടും ആ ഒരു സ്റ്റാറ്റസ് നോക്കി. ഞാൻ വിചാരിച്ചു എന്തോ ഹലോ 25. പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് അതിനുശേഷം ഇവളോട് ചോദിച്ചു, ഞാൻ നിന്റെ ബർത്ത്ഡേ എപ്പോഴാണ്? 8-ാം തീയതി അല്ലേ? ഞാൻ ഒരു 8-ാം തീയതി ഒന്നല്ല, അത് ഇന്നാണ് ബർത്ത്ഡേ, ഇന്ന് സ്റ്റാർട്ടായി എന്ന് പറഞ്ഞു. നമ്മൾ സോറി ഇട്ടാ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയതാണ് അതല്ല പറഞ്ഞത്. എന്തായാലും നിങ്ങളെ വർക്കും ഇങ്ങനത്തെ ഒന്നുണ്ടെങ്കിൽ കമന്റ് ബിലോട്ടാ. ഓക്കെ, എന്തായാലും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ദീർഘായുസ്സും ആയുരാരോഗ്യം എല്ലാം കിട്ടട്ടെ. ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, മൈക്ക് ഉണ്ട് കേട്ടോ. എന്നാ ഷെൻസു ഉമ്മാക്ക് ഒരു മുത്തം കൊടുത്തോളാം. ഇതാണ് കേട്ടാ. ആള് പാവാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏറ്റവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇന്ന് ഓളെ സന്തോഷപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു മിനിറ്റ് ഓളെ സന്തോഷപ്പെടുത്താൻ വേണ്ടിട്ട് ഒന്ന് പുറത്തേക്ക് പോകുന്നു. ചെറിയൊരു കേക്ക്, ഒരു പീസ് കേക്ക് എന്തോ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഓക്കെ, കട്ട് ചെയ്ത് വന്നിട്ട് വന്നാൽ ഓക്കെ. ഇത് ന്യൂ ഡ്രസ് ഓളെ ഉമ്മ ഉപ്പ. ഓക്കെ, അടുത്തത് ഇവളെ ബർത്ത്ഡേ 10-ാം തീയതി. ഓക്കെ, ഡിസംബർ 10-ാം തീയതി. അപ്പൊ വിഷയം ഉണ്ടല്ലോ, ആ ഒരു ദിവസം വിഷയം ചെയ്തോട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ. ബൈ ബൈ.